ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നോർത്ത് കൊൽക്കത്തയിലാണ്. അതിരാവിലെയുള്ള ക്യൂകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കുകയാണ്. അത് അല്പം പ്രയാസകരമായിരുന്നു. ഇതൊരു മെട്രോ നഗരമാണ്. അതിനാൽ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ വരും. പക്ഷേ ഇത് ജോറസംഗോ നിയമസഭാ മണ്ഡലമാണ്. ഇവിടെയെങ്കിലും അതിരാവിലെ വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ കുറച്ച് ക്യൂകളുണ്ട്. ഇനി ഇത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘട്ടമാണ്. 142 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3.21 കോടി വോട്ടർമാരുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 142 സീറ്റുകളിൽ 120-ലധികവും നേടിയത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ഇനി ഈ പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ആധിപത്യമാണ്. ഇനി വളരെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് പോലെ അവരുടെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതേസമയം തന്നെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലുടനീളം കനത്ത സുരക്ഷയുമുണ്ട്. വാസ്തവത്തിൽ റെക്കോർഡായി 2321 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങൾ ഇവിടെയുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിന് ഇത് എക്കാലത്തെയും ഉയർന്ന സംഖ്യയാണ്. ഒരുപക്ഷെ ഇത് ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ അസ്ഥിരതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 142 സീറ്റുകൾ, 1400-ലധികം സ്ഥാനാർത്ഥികൾ. ഇത് സൗത്ത് ബംഗാളിലെ 1-ലധികം ജില്ലകളിലായാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കനത്ത സുരക്ഷയിലാണ്. പിന്നെ ഒരുപാട് വോട്ടർമാർ തീർച്ചയായും അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ സംഖ്യകൾ കൂടുതലായിരിക്കും, സംഖ്യകൾ വലുതായിരിക്കും. കൽക്കട്ടയിലോ കൊൽക്കത്തയിലോ ദിവസം മുഴുവനും സ്ഥിരമായ ഒരു പോളിംഗ് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ആളുകളെല്ലാം, പ്രത്യേകിച്ച് പ്രായമായവർ, അവരെല്ലാം വോട്ട് ചെയ്യാൻ അതിരാവിലെ തന്നെ വന്നിട്ടുണ്ട്. ആ ആളുകളിൽ ഒരാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണാം. കൂടാതെ ഈ ആളുകളെല്ലാം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വ്യാപ്തി ഈ നഗരകേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങി മധുവയുടെ ഹൃദയഭൂമി വരെയും ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പ്രദേശങ്ങളായ ബരാസാത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കും വ്യാപിക്കുന്നു. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പല വിഷയങ്ങളുടെ ഒരു മിശ്രണം തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് തൃണമൂൽ കോൺഗ്രസ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രചാരണം നടത്തുന്നത്. അവരുടെ മുഴുവൻ കളിയും എങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ വേഗത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഒരു പാർട്ടികളുടെയും പേര് വേണ്ട, അല്ലെങ്കിൽ അതുപോലൊന്നും അങ്ങയിൽ നിന്ന് വേണ്ട സാർ. ശരി. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? സർ, ഇത് ജനാധിപത്യത്തിന്റെ ക്ഷേത്രമാണ്. ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ ജനാധിപത്യം ആഘോഷിക്കാൻ വന്നതാണ്. ഞാൻ ജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ് സർ. പിന്നെ സാർ, താങ്കൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിൽ എന്തെങ്കിലും വിഷയമുണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും? എനിക്ക് രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനം. ദേശീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഏറ്റവും പ്രധാനം. കാരണം ആത്യന്തികമായി രാഷ്ട്രവും ജനാധിപത്യവുമാണ് വിജയിക്കുന്നത്. നന്ദി. അതൊരു വളരെ നല്ല വികാരമാണ്. ജയ് ഹിന്ദ്. ഒരുപക്ഷെ വോട്ട് തുടങ്ങാൻ വളരെ നന്ദി. പിന്നെ സാർ, താങ്കളുടെ പേരെന്താണ്? ക്ഷമിക്കണം. എൻ്റെ പേര് ഡോക്ടർ മനീഷ് അഗർവാൾ. നന്ദി ഡോക്ടർ മനീഷ്, വളരെ നന്ദി. അതുകൊണ്ട് വളരെ നല്ലൊരു വികാരം ഞാൻ ഊഹിക്കുന്നു ആ വോട്ടറിൽ നിന്ന്. അദ്ദേഹം ജനാധിപത്യത്തെ വിലമതിക്കുന്നു എന്നും അതുകൊണ്ടാണ് അദ്ദേഹം രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നും പറയുന്നത്. അദ്ദേഹത്തെ പോലെ വേറെയും ഒരുപാട് ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ വോട്ടറോട് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു, നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ TMC ക്ഷേമത്തിലും അവർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളിലുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അത് ബംഗാളിലെ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. BJP തീർച്ചയായും മാറ്റത്തിനായി ശക്തമായി വാദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് TMCയുടെയും ഉദ്ധരണിയിൽ പറഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ ദുർഭരണത്തിന്റെയും ഫലമായി ബംഗാൾ ഒരു വഴിത്തിരിവിലാണ് എന്ന് പറയാം. മാറ്റം വന്നാൽ ബംഗാളിൽ കൂടുതൽ വികസനം കൊണ്ടുവരുമെന്നും അവർ പറയുന്നു. പക്ഷേ തീർച്ചയായും അതെല്ലാം രാഷ്ട്രീയമാണ്. അതെല്ലാം വോട്ടർമാരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ എനിക്ക് ഈ വശത്തേക്ക് അല്പം പോയി രാവിലെ തന്നെ വന്നിട്ടുള്ള കുറച്ചുകൂടി വോട്ടർമാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. മാഡം, എനിക്ക് നിങ്ങളോട് ചുരുക്കത്തിൽ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? അതെ. നിങ്ങളുടെ പേരെന്താണ്? മഞ്ജു കിംദ. മഞ്ജുജി. അതെ. വളരെ നന്ദി. സാറിന്റെ പേരെന്താണ്? ദിവൻ പോൾ. ദിവൻ പോൾ. എനിക്ക് ഒരു പാർട്ടികളെയും വേണ്ട. യഥാർത്ഥ വ്യവസായത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വ്യവസായവും വിദ്യാഭ്യാസവും അവയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള 2 വലിയ പ്രശ്നങ്ങളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് വ്യവസായത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ ഏകദേശം കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലോ മറ്റോ മതിയായ ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. നോക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് സാർ? അപ്പൊ ടാറ്റ പോയില്ലേ? അപ്പോൾ ഇവിടുത്തെ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സാർ? അല്ലെങ്കിൽ ബംഗാളിൽ ഇപ്പോഴത്തെ തൊഴിൽ സംസ്കാരം എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബംഗാളിലെ
തൊഴിൽ സംസ്കാരം. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്, അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. നടക്കും. നന്ദി. വളരെ നന്ദി. അപ്പോൾ ഞാൻ കരുതുന്നു വോട്ടർമാർ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു, അവരുടെ പ്രധാന വിഷയങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച്. എന്നാൽ ഇവിടെ ബംഗാളിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. കൊൽക്കത്തയിൽ ചില ക്യൂകളുമുണ്ട്. കൂടാതെ ഗ്രാമപ്രദേശങ്ങളിൽ ക്യൂകളുടെ എണ്ണമോ അല്ലെങ്കിൽ ക്യൂവിലുള്ള ആളുകളുടെ എണ്ണമോ കൂടുതലായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്.